പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിനും സ്വാഗതം ചെയ്യുന്നു. ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ആയതുകൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തിക്കാതെ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ജെയിംസ് ചാപ്റ്റർ 5:18. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ. ഏലിയാവിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. അപ്പോൾ ഒരു വിഷയത്തിൽ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു, വീണ്ടും മഴ പെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും അതിനകത്ത് നിന്ന് ദൈവം തന്ന ഒരു ആലോചന, പ്രിയപ്പെട്ടവരെ, വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു. അപ്പോൾ ചില വിഷയത്തിനകത്ത് വീണ്ടും പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഇവിടെ വായിക്കുന്നത്, അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചപ്പോൾ എന്താണ് മഴ പെയ്യാതിരിക്കേണ്ടതിന് ആദ്യം പ്രാർത്ഥിച്ചത്. മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? മഴ പെയ്തു. ഈ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ചിലതിന് എന്ത് ചെയ്തു? അടയപ്പെടാൻ നമ്മൾ ഒരു വിഷയത്തിനെ പ്രാർത്ഥിച്ചേക്കാം, എന്നാൽ തുറക്കപ്പെടാനും പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്കിടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. വീണ്ടും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവണം. എന്താണ്? ആ വിഷയത്തിൽ തന്നെ, ആ കാര്യത്തിൽ തന്നെ, ചിലത് ആ സമയത്ത്, ആ കാലത്ത്, ആ ഒരു വർഷം നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവമേ അങ്ങനെ ഉണ്ടാവല്ലേ എന്നായിരിക്കാം. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിക്കുന്നു? മഴ പെയ്യാതെ ഇരിക്കാനും അത് മഴ പെയ്യുവാനും വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ വീണ്ടും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവട്ടെ. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. വീണ്ടും പ്രാർത്ഥിക്കണം, വീണ്ടും പ്രാർത്ഥിക്കണം. എത്ര ദൈവമക്കൾക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ട്, എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കണം. ആ വിഷയത്തിൽ വീണ്ടും പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും, മഴ പെയ്യും. മാത്രമല്ല, ചിലയിടത്തൊക്കെ ധാന്യം വിളയുന്നത് കാണാൻ കഴിയും. ചിലതൊക്കെ ഉത്ഭവിക്കുന്നത്, ഉണ്ടാവുന്നത്, ചിലതൊക്കെ കിളിർക്കുന്നത്, ചിലതൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുവാനിടയാവും. അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മടുത്തു പോകല്ലേ. വീണ്ടും പ്രാർത്ഥിച്ച് മടുക്കരുത്. വീണ്ടും പ്രാർത്ഥിച്ച് നമുക്ക് ദിവസം സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനായിട്ട് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.